കൊല്ലം സിറ്റി പോലീസ് നേതൃത്വം നൽകി വരുന്ന ലഹരി വിരുദ്ധ സംയുക്ത കർമ്മ പദ്ധതിയായ മുക്തിയോദയം പദ്ധതി കൗൺസിലിംഗ് ക്ലാസ് കല്ലുവാതുക്കൽ സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൽ വെച്ച് സംഘടിപ്പിച്ചു. സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പ്രസിഡന്റ് റുവൽ സിംഗ് എം സ്വാഗതം ചെയ്ത് സംസാരിച്ചു. കൗൺസിലിംഗ് ക്ലാസ് ആണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്നിവിടെ ക്ലാസ് നയിക്കുന്നത് സൈക്കോളജിസ്റ്റ് വിവേക് VK ആണ്. സാറ് ഒരുപാട് നാൾ കൊണ്ട് നമ്മുടെ സമുദ്രതീരം കൂട്ടുകുടുംബമായി ഈ ലൈബ്രറിയായി ബന്ധപ്പെട്ട് ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളിലും സജീവമായി നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. സാറിൻ്റെ ക്ലാസ് നിങ്ങൾക്കേറെ പ്രയോജനം ചെയ്യുന്ന ഒന്നുകൂടിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സിറ്റി പോലീസ് കമ്മീഷണർ നമ്മുടെ ഈ ലൈബ്രറി വരികയും നിങ്ങൾ കുട്ടികളുമായി സമ്പാദിക്കുന്ന തരത്തിലേക്ക് നിങ്ങളോട് ഇടവഴി തന്നെ ചർച്ചകളും ചോദ്യങ്ങളും എല്ലാം ചോദിച്ച് നല്ലൊരു ക്ലാസ്സാണ് അന്ന് സംഘടിപ്പിക്കുവാൻ കഴിഞ്ഞത്. ഇതിനുശേഷം ഞങ്ങളെ കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ അങ്ങോട്ട് ക്ഷണിക്കുകയും ഞങ്ങളവിടെ പോയി ഒരു 8ഓളം ലൈബ്രറികളിലെ പ്രതിനിധികൾ പങ്കെടുത്തൊരു മീറ്റിങ്ങിൽ സംഘടിപ്പിക്കുകയുണ്ടായി. അതിൽ പ്രധാനമായും നമുക്കെല്ലാവർക്കും 2 സഹായങ്ങൾ കൂടി വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി കളിക്കുവാൻ വേണ്ടി ഒരു പാർക്കും അതുപോലെ ഓപ്പൺ ജിംനേഷ്യം കൂടി നൽകുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അത് ഏറെ സന്തോഷമാണ്. ഈ കാര്യം ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോടൊപ്പം പങ്കിടുകയാണ്. നിങ്ങളെ വെക്കേഷൻ ടൈമുകളിലും മറ്റ് സമയങ്ങളിലും നിങ്ങൾക്കതിന് കളിയും മറ്റു കാര്യങ്ങളിലേക്ക് ഏർപ്പെടുന്നതിന് വേണ്ടിയാണ് അത്തരം കാര്യങ്ങളൂടി സംഘടിപ്പിക്കുന്നത്. പാരിപ്പള്ളി പോലീസ് സ്റ്റേഷൻ സിവിൽ പോലീസ് ഓഫീസർ ജയേഷ് J തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. തുടർന്ന് കല്ലുവാതുക്കൽ സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിലെ കുട്ടികൾക്കായി സൈക്കോളജിസ്റ്റ് വിവേക് VK കൗൺസിലിംഗ് ക്ലാസ് നടത്തി. പ്രധാനമായും കുട്ടികൾ നിങ്ങൾ കൗൺസിലിംഗ് എന്ന് പലരും പറഞ്ഞെങ്കിലും നിങ്ങൾക്ക് ഏകദേശം ഒരു എന്താണ് കൗൺസിലിങ്ങിൻ്റെ ആവശ്യകത എന്താണ്, അല്ലെങ്കിൽ സമൂഹത്തിൽ ഈ ഒരു നമ്മുടെ ഒരു കാലഘട്ടത്തിൽ ഈ നമ്മുടെ കൗൺസിലിങ്ങിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകത എന്താണെന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ സാധാരണ പറയും കൗൺസിലിംഗ് എന്നാണ്. കൗൺസിലിംഗ് സത്യം പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റ് വന്നിട്ട് എന്താണ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞ് നടത്തുന്നത്? അതായത് ഒരു മാനസിക രോഗിയോ അല്ലെങ്കിൽ മറ്റ് സാധാരണഗതി എല്ലാവരും മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു മാനസിക രോഗിക്ക് കൊടുക്കുന്ന ചികിത്സാ രീതിയാണ് കൗൺസിലിംഗ് എന്നാണ്. എന്നാൽ ഒരിക്കലും അതങ്ങനെയല്ല. കൗൺസിലിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ മാനസിക, അതായത് നമുക്ക് ഒരു പ്രവൃത്തിയിലോ അല്ലെങ്കിൽ നമുക്കൊരു സന്ദർഭം വരുമ്പോൾ അതിനെ നമുക്ക് അഭിമുഖീകരിക്കാനോ, അതേ മീൻസ് ഒരു സാഹചര്യം നമുക്ക് വരുന്നു, അതിനെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് നമുക്ക് ചിലപ്പം നമ്മൾ ബുദ്ധിമുട്ടും. അതായത് ഒരു രോഗങ്ങളും ഇല്ലാത്ത ഒരു വ്യക്തിക്ക് സാധാരണ ഏതെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ ഏത് രീതിയിൽ അത് കൈകാര്യം ചെയ്യണമെന്ന് നമുക്കൊരു പരിഭ്രമം ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് വ്യക്തതക്കുറവുണ്ടാവും. അപ്പോൾ ആ വ്യക്തതക്കുറവ് അത് നീണ്ടു നിൽക്കുകയാണെങ്കിൽ, ആ പരിഭ്രമമോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ബുദ്ധിമുട്ടോ നീണ്ടു നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഒരു കൗൺസിലിംഗ് അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ സമീപിക്കാം. എന്താണ് അവർക്ക് വേണ്ട? നിങ്ങൾക്ക് അങ്ങനെയുള്ളവർക്ക്, നമ്മളുടെ ഈ ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്ക്, അതായത് മാനസികമായ അസുഖമുള്ളവരല്ല, സാധാരണപ്പെട്ട മനുഷ്യർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അങ്ങനെ തോന്നുവാണെങ്കിൽ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നിങ്ങളുടെ നിന്ന് തന്നെ എടുത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളിലുള്ള നിങ്ങൾക്ക് സ്വയം തിരിച്ചറിയാൻ പറ്റാത്ത കാര്യങ്ങൾ, നിങ്ങളിലുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഒരു പ്രയാസങ്ങൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാത്തതിനെ നിങ്ങളിലൂടെ തന്നെ നിങ്ങളിലേക്ക് മനസ്സിലാക്കി തരുന്ന ഒരു പ്രക്രിയയാണ്. അതിന് കുറച്ച് സയൻറ്റിഫിക് വശങ്ങളുണ്ട്. അതുകൂടാതെ തന്നെ നിങ്ങൾ എങ്ങനെ ഒരു പ്രശ്നത്തിൽ നിന്നും, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മനസ്സിൻ്റെ സംഘർഷം, അതായത് മാനസിക ബുദ്ധിമുട്ടെന്ന് പറയും, നമ്മൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ തീരുമാനം എടുക്കാൻ പറ്റാവുന്നൊരു അവസ്ഥയിലേക്ക് നിങ്ങളുടെ സാധാരണഗതിയിൽ നമ്മൾ സംസാരിച്ച് ആ അവസ്ഥയിലേക്ക് കൊണ്ടെത്തി നിങ്ങളുടെ ആ ബുദ്ധിമുട്ടുകൾ മാറ്റുന്ന പ്രക്രിയയാണ് ശരിക്കും കൗൺസിലിംഗ്. അതായത് നിങ്ങൾക്ക് ഏത് വിധേനയും നിങ്ങളുടെ സാധാരണ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് സ്വയം പരിഹരിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് നിങ്ങളെ മാറ്റിക്കൊണ്ടുവരികയാണ്.
അപ്പോൾ നമ്മൾ കൗൺസിലിംഗ് ശരിക്കും പറഞ്ഞാൽ ആർക്കൊക്കെ വേണം? അത് ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക്, മുതിർന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഫാമിലി ഇഷ്യൂസിൽ, അല്ലെങ്കിൽ മീൻസ് ഒരു അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ ഒരു ടീച്ചർക്കോ ആർക്കും നമുക്ക് കൗൺസിലിംഗ് എടുക്കാൻ പറ്റുന്നതാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഏതൊരു വ്യക്തികൾക്കും ഇപ്പോൾ നമുക്ക് നമ്മുടെ ഈ സാഹചര്യങ്ങളിൽ കൂട്ടുകുടുംബ വ്യവസ്ഥിതി കുറഞ്ഞ് നമ്മൾ അണുകുടുംബങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്. അണുകുടുംബം ആയിക്കൊണ്ടിരിക്കുകയാണ്, കൂടുതലും അത് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനും അല്ലെങ്കിൽ നമ്മളുടെ വാക്കുകൾ കേൾക്കാനും കൂടുതൽ കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കാനും നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് കൗൺസിലിംഗ്. ഇപ്പോൾ കൂടുതൽ കുട്ടികളെ സംബന്ധിച്ചുള്ളതാണെങ്കിൽ കൂടുതലും കുട്ടികൾക്ക് പരീക്ഷാ പേടി, അല്ലെങ്കിൽ ഒരു ടീച്ചറോട് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ കൂട്ടുകാരുടെ ചില കളിയാക്കലുകൾ നമുക്ക് നേരിടാൻ പറ്റുന്നില്ല. ഇതൊക്കെ ഒരു മാനസിക പ്രശ്നത്തിലേക്കോ അല്ലെങ്കിൽ മാനസിക ബുദ്ധിമുട്ടിലേക്കോ ചെന്നെത്തിപ്പെടുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും നിങ്ങൾക്കൊരു കൗൺസിലറെ സമീപിക്കാം. കൂടാതെ നിങ്ങൾക്കൊരു സബ്ജക്റ്റ്, അതായത് നിങ്ങളൊരു ജോലി സംബന്ധമായ ഒരു സബ്ജക്റ്റിലേക്ക് അല്ലെങ്കിൽ ഒരു ജോലി സംബന്ധമായ പഠനത്തിലേക്ക് നിങ്ങൾ പോകുമ്പോഴും നിങ്ങൾക്കൊരു കരിയർ കൗൺസിലറെ സമീപിക്കാവുന്നതാണ്. കാര്യം എന്താണ്? നിങ്ങളുടെ അഭിരുചി മനസ്സിലാക്കാനും നിങ്ങളുടെ ആവശ്യകതകൾ, നിങ്ങൾ ഏത് തരത്തിൽ പഠിച്ചാലായിരിക്കും നിങ്ങൾ കൂടുതലും മാനസികമായുള്ള സന്തോഷത്തോടു കൂടി ജോലി ചെയ്യാൻ സാധിക്കുക എന്നുള്ളതിനെ സ്വയം ഒന്ന് തിരിച്ചറിയാനുള്ള സാഹചര്യം നമുക്ക് കരിയർ കൗൺസിലറോടെ ഉണ്ടാവും. കൂടാതെ നിങ്ങൾ എന്തെങ്കിലും, അതായത് നിങ്ങൾക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ, അച്ഛനമ്മയോടും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ടീച്ചറോട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ, ഇതെല്ലാം നിങ്ങൾക്ക് ഒരു കരിയർ കൗൺസിലർ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൽ നിന്നും നിങ്ങൾക്ക് നിർദ്ദേശങ്ങളിലൂടെ അത് പരിഹരിക്കാൻ കഴിയുന്നതാണ്. അപ്പം അങ്ങനെയുള്ള എല്ലാ പരിഹാരങ്ങൾക്കും നിങ്ങൾക്ക് ഒരു സൈക്കോളജിസ്റ്റിനെ സമീപിക്കാം. അപ്പം നമ്മൾ എന്തിനാണ് നമ്മൾ ഈ ഒരു മുക്തോദയം എന്നൊരു ഭാഗത്തിൻ്റെ മുക്തോദയം എന്നൊരു മിഷൻ ഉണ്ടാവുകയും അതിൽ സൈക്കോളജിസ്റ്റിനെ എല്ലാ കുട്ടികളിൽ അല്ലെങ്കിൽ നമ്മുടെ ഇങ്ങനെയുള്ള സൊസൈറ്റികളിലുള്ള ഒരു ട്രസ്റ്റുകളിലും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പോയി ക്ലാസ് എടുക്കണമെന്ന് പറയുന്നത്, കാര്യം നിങ്ങൾക്കുണ്ടാവുന്ന മാനസികമായിട്ടുള്ള എന്ത് ബുദ്ധിമുട്ടുകൾക്കും നമുക്കൊരു പരിഹാരം എന്ന നിലയിൽ നിർദ്ദേശിക്കാനും അതിന് വ്യക്തമായ നിങ്ങളുടെ ഉള്ളിൽ തന്നെ വ്യക്തത വരുത്താനും നമുക്കൊരു സൈക്കോളജിസ്റ്റിന് സാധിക്കും. അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള എന്ത് തരം പ്രയാസങ്ങളും നിങ്ങൾക്ക് സംസാരിക്കാനും അല്ലെങ്കിൽ അതിലൂടെ നിങ്ങൾക്കൊരു ഉത്തരം കണ്ടെത്താനും നിങ്ങളുടെ ആ പ്രയാസങ്ങൾ എങ്ങനെ നമുക്ക് ഒരു പ്രോബ്ലം സോൾവിങ് ലെവലിലോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് ലെവലിലേക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ എന്താണ് കൗൺസിലിംഗ് എന്ന് തിരിച്ചറിയണം. കാര്യം കൗൺസിലിംഗ് ഒരിക്കലും ഒരു മാനസിക രോഗികൾ കൊടുക്കുന്നതല്ല. ശരിക്കും നിങ്ങളുടെ സാധാരണ മനുഷ്യർക്ക് ഒരു പ്രയാസം നേരിടുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് സ്ഥിരമായൊരു വിഷമം നിങ്ങൾ കൊണ്ടു നടക്കുകയോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സൈക്കോളജിസ്റ്റിന് നിങ്ങളെ ഒരുപാട് സഹായിക്കാൻ പറ്റും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഡിപ്രഷനോ ആങ്സൈറ്റിയോ അങ്ങനെയുള്ള നമ്മുടെ അപ്പോഴപ്പോഴും നമ്മളെ സാധാരണ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം നിർദ്ദേശിക്കാൻ ഒരു സൈക്കോളജിന് സാധിക്കും. അത് കൗൺസിലിങ്ങിലൂടെയാണ് നമുക്ക് ഏറ്റവും ഈ രീതിയിൽ. ഒരു കൗൺസിലിങ്ങിലൂടെ സാധിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ തെറാപ്പികളുണ്ട്, പല തരത്തിലുള്ള കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, പിന്നെ അങ്ങനെയുള്ള പല തെറാപ്പികളിലൂടെയും ABT എന്ന് പറഞ്ഞ തെറാപ്പി ഉണ്ട്. അങ്ങനെ ഓരോരോ തെറാപ്പികളിലൂടെയും നമുക്കിതിനെ വേണ്ട രീതിയിൽ പരിഹരിച്ച് തികച്ചും മരുന്നുകളുടെ ആവശ്യമില്ലാതെ, അതായത് പറയാം ഹോളിസ്റ്റിക് എന്ന് പറയും, തീർച്ചും മരുന്നുകളുടെ ആവശ്യമില്ലാതെ നമുക്കതിനെ സഹായിക്കാൻ, നമുക്കിതിനെ മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പം നിങ്ങൾക്ക് ഇതേ കണക്കുള്ള എന്തെങ്കിലും പരീക്ഷ പേടിയോ അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം. അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതൊക്കെ പറയാം, ഞാൻ ഉത്തരം തരാൻ റെഡിയാണ്. സോഫ്റ്റ് സ്കിൽസ് എന്താണെന്നറിയാമോ? നമ്മുടെ ഒരു ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു ഘടകമാണ് സോഫ്റ്റ് സ്കിൽസ്. അതായത് ഒരു കുട്ടികളും മുതിർന്ന ആൾക്കാരും ആവാൻ പോകുന്ന എല്ലാവരും പൊതുവിധം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് സോഫ്റ്റ് സ്കിൽസ്. അതിൻ്റെ സോഫ്റ്റ് സ്കിൽസ് നമുക്ക് ഒരു 7 തരത്തിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാനായി. സോഫ്റ്റ് സ്കിൽസ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ, നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാവുന്ന ഒരു സോഫ്റ്റ് സ്കില്ലാണ്. കാര്യം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്നത് നമ്മളൊരു കാര്യത്തെ എങ്ങനെ രീതിയിൽ അവതരിപ്പിക്കും എന്നുള്ള നിലയിലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അവതരിപ്പിക്കണം, അപ്പോൾ അതിന് നിങ്ങൾ നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാവുന്ന, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ അറിയാവുന്നൊരു വ്യക്തിയായിരിക്കണം. പിന്നെ നല്ലൊരു ലിസണർ ആവണം. എന്തുകൊണ്ട് നല്ലൊരു ലിസണർ ആവണം? കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം വ്യക്തമായിരുന്ന് കേൾക്കണം, അല്ലേ? അപ്പോൾ കേൾവി എന്നത് പറയുന്നത് പോലും, അല്ലെങ്കിൽ ലിസണിങ് എന്ന് പറയുന്നതും ഒരു നല്ല നമ്മുടെ സോഫ്റ്റ് സ്കില്ലാണ്, അല്ലെങ്കിൽ നമുക്ക് ആർജിച്ചെടുക്കേണ്ട ഒരു കഴിവാണ്. അപ്പം സോഫ്റ്റ് സ്കില്ല്, കമ്മ്യൂണിക്കേഷൻ, പിന്നെ നമ്മളെ ടീം ലീഡ് ചെയ്യുക, ഒരു ടീമിനെ നമുക്കൊരു ടീം ലീഡ് ചെയ്യുക, ലീഡർഷിപ്പ് സ്കില്ല്,
ഇതൊക്കെയെന്ന് പറഞ്ഞ് നമ്മൾ സോഫ്റ്റ് സ്കിൽ ഇപ്പം നമ്മളൊരു ഗ്രൂപ്പായി, അപ്പോൾ അതിൽ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരാൾ അതിനെ ലീഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഗ്രൂപ്പായിട്ട് എങ്ങനെ മൂവ് ചെയ്യാമെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. കാര്യം ഇതെല്ലാം നമ്മൾ കൊച്ചിലെ തന്നെ ആർജിച്ചെടുക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്, സോഫ്റ്റ് സ്കിൽസിൽ പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒന്നെന്താണ് കമ്മ്യൂണിക്കേഷൻ, രണ്ടാമത്തെയോ ലിസണിങ്, മൂന്നാമത്തെ ടീം ലീഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ ലീഡർഷിപ്പിംഗ് കപ്പാസിറ്റി, പിന്നെന്തുവാണ് പ്രോബ്ലം സോൾവിങ്. നമുക്കൊരു പ്രശ്നം വന്നാൽ ഒരു പ്രശ്നം, അതായത് നമ്മൾ കണക്കിലേക്ക് കണ്ടിട്ടില്ലേ, കണക്ക് പഠിക്കുമ്പോൾ പ്രോബ്ലം സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം നമുക്ക് തരും, അത് സോൾവ് ചെയ്യാൻ എങ്ങനെ പഠിക്കുക. അതേപോലെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ഇതേ കണക്കുള്ള പല പ്രശ്നങ്ങളും നമ്മളെ തേടി വരും. അല്ലെങ്കിൽ ഒരിപ്പം നമ്മുടെ കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി ഒരു അപകടത്തിൽപ്പെട്ടു, നമുക്ക് ആ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യണം, എങ്ങനെ മനസ്സിലാക്കും, കാര്യം അവരെ എങ്ങനെ സഹായിക്കാൻ പറ്റും. ആദ്യം നമ്മൾ ലിസൺ ചെയ്യണം അല്ലേ, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ. ആദ്യം നല്ലൊരു കേൾവിക്കാരി ആകുമ്പോഴത്തേക്ക് അവരുടെ പ്രശ്നങ്ങൾ പകുതി നമുക്ക് മനസ്സിലാവും. അപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, അവരിലേക്ക് നമ്മൾ പുതിയ കാര്യങ്ങൾ, ഒന്നെങ്കിൽ ആ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് പറയാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ എന്ത് ചെയ്യും, നിങ്ങൾ അത് അറിയാവുന്ന ഒരാളത്തെ ചോദിച്ച് അത് സോൾവ് ചെയ്യാൻ എങ്ങനെ നമ്മൾ പഠിക്കും. മീൻസ് നമ്മൾ എങ്ങനെയൊക്കെ ഒരു പ്രോബ്ലത്തെ ഫേസ് ചെയ്യുന്നു അതിനെ സോൾവ് ചെയ്യാൻ പഠിക്കുന്നതും ഒരു സോഫ്റ്റ് സ്കില്ലിലാണ്. പിന്നെ അഡാപ്റ്റീവ് സ്കിൽ, അതായത് നമ്മൾ ഓരോന്നും എങ്ങനെ ഒരു കാര്യത്തെ എങ്ങനെ നമ്മൾ സ്വീകരിക്കുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ പല പ്രതിസന്ധികളെ നമുക്ക് അഭിമുഖീകരിക്കാൻ നമുക്ക് ഉതകുന്നതാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മളെ സോഫ്റ്റ് സ്കിൽസ് നമ്മളെ ഒരുപാട് രീതിയിൽ നമ്മളെ ഗുണം ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് രീതിയിൽ നമ്മളെ ജീവിതത്തെ സഹായിക്കും. അപ്പം നിങ്ങൾക്ക് എങ്ങനെ ആ ഒരു സ്കിൽസൊക്കെ ഡെവലപ്പ് ചെയ്യാം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന രീതിയിൽ. നമ്മൾ അന്ന് SP ഇവിടെ വന്നപ്പോൾ പറഞ്ഞിരുന്നു, നിങ്ങൾ ബുക്ക് നന്നായിട്ട് വായിക്കണം, അത് കൂടുതൽ ഇംഗ്ലീഷ് വായിച്ച് പഠിക്കണം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? കാര്യം നിങ്ങൾക്ക് അത് വായിക്കുന്നതിൽ കൂടെ നിങ്ങൾക്ക് സംസാരിക്കാനും മറ്റുള്ളവരുടെ അടുത്ത് ഇടപഴകുമ്പോൾ അത് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പം നിങ്ങൾ അതായത് നമ്മൾ സോഫ്റ്റ് സ്കില്ലിൻ്റെ മെയിൻ ഭാഗങ്ങളാണ് കമ്മ്യൂണിക്കേഷൻ, അതേപോലെ തന്നെ ലിസണിങ്ങും. ഇത് രണ്ടും നിങ്ങൾ ആർജിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി പ്രയത്നിക്കണം.